രാവിലെ മിൽക്കിതേ മിടുക്കനായിട്ടൊക്കെ ഇരിപ്പുണ്ട്. കാണുമ്പോൾ വിചാരിക്കും, ഓ ഇവൻ എന്ത് മാന്യന എന്ത് മര്യാദക്കാരനാന്നൊക്കെ വിചാരിക്കും. ഇപ്പം കാണാൻ കളി മാറുന്നത് ദേ ഈ വായിൽ വെച്ച് കൊടുക്കുന്ന ബിസ്ക്കറ്റ് കണ്ടോ. അവൻ എത്ര വിദഗ്ധമായിട്ടെന്നാൽ തുപ്പി അങ്ങ് വയ്ക്കുന്നത്. അവന് വേണ്ടാന്ന് വിചാരിച്ചാൽ അവനത് വേണ്ട. നമ്മൾ എത്ര വായിൽ കുത്തിത്തിരികിയാലും അവനത് വേണ്ട. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വേറെ പട്ടികളെയൊന്നും എനിക്ക് വളർത്തിയ ശീലമില്ല. അപ്പോൾ ഇവൻ ഇങ്ങനെയാണ്, ഇവൻ്റെ രീതികൾ ഇങ്ങനെയാണ്. അവൻ്റെ വായിൽ നമ്മൾ എടുത്തു വെച്ചാലും അവന് വേണ്ട. എന്നാൽ പിന്നെ നമ്മളിപ്പോൾ വേറെ ആർക്കെങ്കിലും അത് കൊടുക്കുമെന്ന് പറഞ്ഞാലോ അവനത് വേണ്ടാന്നുണ്ടെങ്കിലും ഓടിച്ചാടി വന്ന് അത് വാങ്ങിച്ചിട്ട് ഓടുന്നതാണ്. ഇതൊക്കെയാണ് അവൻ്റെ രീതികൾ. അവന് വേണ്ടാന്നുണ്ടെങ്കിലും നമ്മൾ വായി വെച്ച് കൊടുത്തേയല്ലേ, തന്ന സ്ഥിതിക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ മേടിച്ച് വയ്ക്കും. പിന്നെ നമ്മൾ വേറെ ആർക്കെങ്കിലും കൊടുക്കുമെന്ന് പറയുമ്പോൾ അതേ കഷ്ടപ്പെട്ട് കഴിക്കുക. കണ്ടാൽ തോന്നുന്നു അവന് പല്ലുവേദനയാണ്, ചവയ്ക്കാൻ വയ്യാന്ന്. അവനേക്കാളും വലിപ്പമുള്ള എല്ലൊക്കെ കടിച്ച് മടിച്ച് തിന്നുന്ന കാണണം. പക്ഷെ അവന് ഇഷ്ടമല്ലെങ്കിൽ അവന് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. എനിക്ക് കഴിക്കാനൊന്നും പറ്റുന്നില്ല, എൻ്റെ പല്ലൊക്കെ വേദനിക്കുന്നു എന്ന രീതിയാണ് അവൻ കാണിക്കുന്നത്. എന്നിട്ട് പാവം പോലെ ഇരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മളിത് എടുത്തിട്ട് പോകുമെന്ന് വിചാരിച്ചു, അപ്പോൾ അവൻ്റെ കോളുമാണ്. കഴിക്കാതിരിക്കുന്നത് എൻ്റെ ഇഷ്ടം, പക്ഷേ എടുത്തുകൊണ്ട് പോകുന്നത് അത്ര നല്ലതല്ല. ഞാൻ വിചാരിച്ചാലേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്ന രീതിയൊക്കെയാണ്. അങ്ങനെ രാവിലെ ഇവിടെ സോഫയുടെ മുകളിൽ ഇരുന്ന് അവനെ തീറ്റിക്കുന്ന രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എപ്പോഴൊന്നും ഇങ്ങനെയില്ല. മിൽക്കിയുടെ ഭക്ഷണ രീതിയൊക്കെ ഒരു പ്രത്യേക രീതിയാണ്. അവനാണെങ്കിൽ വളരെ സെലക്റ്റീവാണ് ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ. എല്ലാ പട്ടികളും അങ്ങനെയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ മിക്ക വീഡിയോസിലും കാണുമ്പോൾ അവർക്ക് ഫുഡ് കണ്ട ഉടനെ കഴിക്കും. ഇവന് പക്ഷെ അങ്ങനെയല്ല. ഇവന് ഇവൻ്റേതായ രീതിക്കുള്ള ഫുഡ് കിട്ടണം. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേണ്ട, എനിക്ക് താല്പര്യമില്ല, ഞാൻ കഴിക്കുന്നില്ല. ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. സാധാരണ പൂച്ചകൾക്കൊക്കെയാണ് ഇത്ര ആറ്റിറ്റ്യൂഡ് ഞാൻ കണ്ടിട്ടുള്ളത്. മിൽക്കി കുഞ്ഞിലെ കുറേ പൂച്ചകളൊക്കെ കണ്ടാൽ വളർന്നേ. നമ്മുടെ വീട്ടിൽ ആ സമയത്ത് പൂച്ചകളെയൊന്നും വളർത്തിയിട്ടില്ലെങ്കിലും നാട്ടിൽ കുറേ പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും മിൽക്കി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ വീട്ടു പരിസരത്ത് തന്നെ. അത്രയും നാളും ഞാൻ അത്രയും പൂച്ചകളെയൊന്നും എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് കണ്ടിട്ടില്ല. പിന്നീട് നോക്കുമ്പോൾ ജനലിൽ കൂടെ കയറി അകത്തു വന്ന് വരെ അവരെല്ലാവരും ഇവനെ നോക്കുന്നുണ്ടായിരുന്നു. ഇവൻ കുഞ്ഞായതുകൊണ്ട് കുഞ്ഞു ക്രേറ്റിനകത്താണ് ഞങ്ങളന്ന് നിർത്തിയിരുന്നത്. അപ്പോൾ അവരൊക്കെ വന്ന് ഇതുപോലെ നോക്കും. അപ്പോൾ അവരെയൊക്കെ കണ്ട് വളർന്നതുകൊണ്ടായിരിക്കണം മിൽക്കി മൊത്തത്തിൽ ഒരു ആറ്റിറ്റ്യൂഡ് പോവുകയാണ്.